4 കിലോമീറ്റർ റോഡ് കാട്ടിനുള്ളിലൂടെ ചെന്നെത്തുന്നത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. ഈ ഗേറ്റ് കഴിഞ്ഞതും വലതുഭാഗത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടറും ഓഫീസുമെല്ലാം ഉള്ളത്. ഈ ഗേറ്റിനപ്പുറത്ത് ചെന്നാൽ കടകളൊന്നുമില്ല. 4 കിലോമീറ്റർ ട്രക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കയ്യിൽ ഉറപ്പായും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കരുതണം. ഗേറ്റിന് മുന്നിൽ ചെറിയൊരു കടയുണ്ട്. ഇവിടെ വരുന്നവർ വെള്ളം കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം. ചെറിയൊരു മഴക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. ഇന്നൊരു സൺഡേ ആണ്. അത് കാരണം ഇവിടെ ട്രക്കിങ്ങിനെത്തിയവരുടെ നല്ല തിരക്കുണ്ട്. ഒരു പരിചയമില്ലാത്ത ആളുകൾ പെട്ടെന്ന് വിചാരിക്കും കാട്ടാനയാണോ എന്ന്. കാട്ടാനയല്ല, ഇത് കുംകി ആനകളാണ്. കാട്ടാനകളെ വിരട്ടി ഓടിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്തെടുത്ത ആനകളാണിവ. കുറേ വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുൻപ് ധോണിയിൽ അന്ന് വന്നപ്പോൾ ഇതുപോലൊരു ആനയെ കണ്ടിരുന്നു. ഇന്ന് ഒന്നല്ല, ഒന്നിലധികം ആനകൾ ഇവിടെയുണ്ട്. ഈ ആനകളെ നോക്കി നിന്നാൽ അങ്ങനെ അങ്ങ് നിന്നു പോകും. ഈ ട്രക്കിംഗ് തുടങ്ങുന്നതിന് മുൻപ് ചെറിയൊരു ഇൻട്രൊഡക്ഷനും തന്നിരുന്നു. എല്ലാ ഗ്രൂപ്പിൻ്റെയും കൂടെ ഫോറസ്റ്റ് ഗാർഡ്സും കൂടെ ഉണ്ടാവും. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം ഇനി മുൻപോട്ടുള്ള യാത്ര. ടിക്കറ്റ് കൗണ്ടറിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിരുന്നു. ഫോട്ടോഗ്രാഫി എല്ലാം അലൗഡാണ്, പക്ഷേ ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെ മാത്രമേ പോകാവൂ. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ട്രക്കിങ്ങിനായി ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. സൺഡേ ആയ കാരണം നല്ല തിരക്കാണിവിടെ. വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ തിരക്ക് വളരെ കുറവായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ച ഇവിടെ അവധിയാണ്. അന്ന് ടൂറിസ്റ്റുകളെയൊന്നും അനുവദിക്കില്ല. 120 രൂപയാണ് ഒരാളുടെ ടിക്കറ്റിൻ്റെ റേറ്റ്. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതി കൊടുക്കണം. കൂടാതെ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു സൈൻ കൂടി ചെയ്യാനുണ്ട്. വെള്ളച്ചാട്ടം വരെ നടക്കാൻ വണ്ടി പോകുന്ന രീതിയിലുള്ള നല്ല വൃത്തിയുള്ള വഴിയുണ്ട്. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച ഒരു നടത്തം തന്നെയാണത്. ഈ 4 കിലോമീറ്റർ നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കും. പോകുന്ന വഴിയിൽ കാണുന്ന കുറച്ച് നല്ല കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10:30 കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാച്ച് ഉള്ളത് 1:30-ക്കാണ്. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് വന്നപ്പോൾ കാടിനുള്ളിലൂടെ ഒഴുകുന്ന അരുവികളെയെല്ലാം കാണാനിടയായി. മഴ പെയ്യുമ്പോഴാണ് ഇവിടെ ശരിക്കും വരേണ്ടത്. ആ സമയത്ത് ഇവിടെയെല്ലാം വെള്ളം കുത്തിയൊലിച്ച് പോവാറുണ്ട്. മഴയും ആസ്വദിച്ച് ഈ കാട്ടിലൂടെ നടക്കാൻ പ്രത്യേക സുഖം തന്നെയാണ്. ഇന്ന് വലിയ മോശമല്ലാത്ത ക്ലൈമറ്റ് ആണെങ്കിലും നന്നായി വിയർക്കുന്നുണ്ട്. അങ്ങ് മുകളിൽ നിന്ന് ചെറിയ തോതിലാണ് വെള്ളം ഒഴുകി വരുന്നത്. മഴക്കാലത്ത് എന്തായാലും നല്ല രീതിയിൽ ഇതുവഴിയെല്ലാം വെള്ളം വരും. അങ്ങനെ നടന്ന് 2 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുമുണ്ട് 2 കിലോമീറ്റർ കൂടി. വരുന്ന വഴിയിൽ ഫോട്ടോസും വീഡിയോസും എടുത്തു നിന്ന് ഞാനിപ്പോൾ ഗ്രൂപ്പിൻ്റെ അവസാനമായി. തൊട്ടു പിന്നാലെ ഒരു ഫോറസ്റ്റ് ഗാർഡ് കൂടെ എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് പറയാനും പുള്ളിക്കാരൻ മറക്കുന്നില്ല. അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരുപാട് മുൻകരുതലുകൾ എടുത്തിട്ടാണ് അവർ ഈ ട്രക്ക് അനുവദിച്ചിട്ടുള്ളത്. ഫോറസ്റ്റ് ഗാർഡുകൾ നമ്മുടെ കൂടെ വരുന്നവർ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം കാടാണ്, വന്യമൃഗങ്ങൾ ഉറപ്പായും ഉണ്ടാവും. വെള്ളച്ചാട്ടം കണ്ടാൽ ഉറപ്പായും ആളുകൾക്ക് ഇറങ്ങിയൊന്ന് കുളിക്കാൻ ആഗ്രഹം തോന്നും. ഇതൊക്കെ കൺട്രോൾ ചെയ്ത് ഇവിടെ വന്നവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കേണ്ടത് ആ ഫോറസ്റ്റ് ഗാർഡുകളുടെ കടമയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾ ആ ഗാർഡ് പറയുന്നത് പൂർണ്ണമായും അനുസരിക്കാൻ ശ്രമിക്കുക. കുറച്ച് മഴയൊക്കെ പെയ്ത സമയത്താണ് പോകുന്നതെങ്കിൽ പോകുന്ന വഴിയിൽ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കാണാൻ കഴിയും. 4 കിലോമീറ്ററാണ് കാട്ടിനുള്ളിലൂടെ വാട്ടർഫോൾസിനടുത്തേക്ക് നടക്കാനുള്ളത്. നടന്ന് ക്ഷീണിച്ചാൽ ഒരുപാട് സമയമൊന്നും ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും ചെറുതായി ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. പിന്നെ മൊബൈൽ നെറ്റ്വർക്ക് ഒട്ടും കിട്ടില്ല. നമ്മുടെ കൂടെ വരുന്ന ഗാർഡ്സിനെ ഫോളോ ചെയ്ത് വേണം നമുക്ക് പോവാൻ. സേഫ്റ്റി ഉറപ്പാക്കാനായി അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയും വേണം. 4 കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് ക്ഷീണിച്ച് ആ വെള്ളച്ചാട്ടത്തിനടുത്തെത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ഒരു മരം വീണ് കിടക്കുന്ന കാഴ്ചയാണത്. വീണ് കിടക്കുന്ന മരത്തിന് മറ്റൊരു മരം താങ്ങി നിർത്തിയിരിക്കുകയാണ്. അത് കാരണം അത് മുഴുവനായും നിലത്തേക്ക് വീണിട്ടില്ല. പ്രകൃതി മനുഷ്യന് പകർന്നു തരുന്ന ഒരുപാട് സന്ദേശങ്ങളുള്ള കാഴ്ച പോലെയാണ് ഇതെനിക്ക് തോന്നുന്നത്. ഒരിളം വെയിലേ ഇന്നിവിടെയുള്ളൂ. അത് ശരിക്കും ഒരനുഗ്രഹം തന്നെയാണ്. പ്രകൃതിയുടെ അതിരുകളില്ലാത്ത സൗന്ദര്യം നന്നായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. നടന്നു വന്ന വഴിയിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷം.
അത്രയും നടത്തി തീർത്തല്ലോ എന്ന സന്തോഷം. ഈ വഴിയുടെ ഇടയിലൂടെയെല്ലാം ഓരോ ഷോർട്ട് കട്ട് പോകുന്നുണ്ട്. അതുവഴി കയറിയാൽ പെട്ടെന്ന് മുകളിലെത്താൻ കഴിയും. പക്ഷേ നന്നായി ക്ഷീണിക്കും. ഇന്നത്തെ യാത്രയിൽ തൽക്കാലം ആ വഴി ഞാൻ ഒഴിവാക്കി. നിന്ന് കണ്ട് ആസ്വദിച്ച് പോവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പോകുന്ന വഴിയിലുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. ഇതൊരു കാടായ കാരണം നമ്മൾ വന്ന ആ ബാച്ചിനൊപ്പം തന്നെ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ കൂടെ വരുന്ന ഫോറസ്റ്റ് ഗാർഡ്സിനും അതൊരു ബുദ്ധിമുട്ടാകും. ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഞാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഷോർട്ട് കട്ടുകൾ ഇതുപോലെ ഇരിക്കും. ഇത് നന്നായി കയറാനുള്ള കാരണം പെട്ടെന്ന് ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ആകെ മാറിത്തുടങ്ങി. വീഡിയോയിൽ അറിയുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ ഇവിടെ മഞ്ഞുണ്ട്. നല്ല തണുപ്പും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മുന്നോട്ട് പോകും തോറും കാടിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ്. മഞ്ഞ മൂടിയൊരു അന്തരീക്ഷം. അധികം ദൂരമില്ല ഇനി വെള്ളച്ചാട്ടത്തിലേക്ക്. ഇനിയൊരു 750 മീറ്റർ കൂടി പോയാൽ വെള്ളച്ചാട്ടത്തിനടുത്തെത്തും. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും കേൾക്കാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള വലിയ വലിയ മരങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഉൾക്കാട്ടിലേക്ക് വന്നാൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. പണ്ടിവിടെ ഒരു ഏറുമാടം കണ്ടതായി ഓർക്കുന്നുണ്ട്. എന്നാൽ ആ ഏറുമാടം ഇന്നിവിടെയില്ല. പിന്നെ ഇവിടെ വാണിംഗ് ബോർഡും വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതിനു മുൻപ് 6 പേരിവിടെ മരിച്ചിട്ടുണ്ടെന്ന ആ വാണിംഗ് ബോർഡിൽ ഉള്ളത്. അപകടത്തിൽപ്പെടാതെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മടങ്ങുക എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന സ്റ്റെപ്സുകൾ ഇറങ്ങി താഴെ എത്തിയാൽ വെള്ളച്ചാട്ടം അവിടെ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതുവരെ പോകാൻ കഴിയും. ഇവിടെ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം ആ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ. ഒരുപക്ഷെ അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടാവാം അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കാരണം ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ 4 കിലോമീറ്റർ കാട്ടിലൂടെ നടന്ന് ഈ വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ വരുന്നുണ്ട്. ഞാൻ കൂടുതലും ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടാസ്വദിച്ച് തിരിച്ചു പോവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായും ഈ സ്ഥലം പരിഗണിക്കാം. എന്നാൽ വെള്ളത്തിലിറങ്ങണം, വെള്ളച്ചാട്ടത്തിൽ കുളിക്കണം എന്നാഗ്രഹവുമായി വരുന്നവർ ഈ സ്ഥലം നിരാശപ്പെടുത്തും. ആ വാണിംഗ് ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ പ്രകൃതി ഭംഗി കണ്ടാസ്വദിച്ച് മടങ്ങുക, അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. വേനൽക്കാലത്ത് ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. ഏകദേശം ഒരു ഡിസംബർ വരെയാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം.